100 വർഷത്തിനിടെ ഏറ്റവും ഭീതിജനകമായ ഒരു ജൂൺ മാസത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറവ് മഴ ലഭിച്ച മൂന്നാമത്തെ ജൂൺ മാസമായി ഈ വർഷത്തെ ജൂൺ മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ആകെ ലഭിക്കേണ്ടിയിരുന്ന കാലവർഷത്തിൽ 42% വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെഞ്ചിടിപ്പുയർത്തിക്കൊണ്ട് ആഗോള കാലാവസ്ഥാ വില്ലൻ എൽ നിനോ കളം നിറഞ്ഞു കഴിഞ്ഞുവെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന സൂചന. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത വരൾച്ചയാണോ? ഭയപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ജൂൺ മാസത്തിൽ സാധാരണയായി ഇന്ത്യയിൽ ലഭിക്കേണ്ടത് 157.7 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇത്തവണ ലഭിച്ചത് വെറും 92.2 മില്ലിമീറ്റർ മാത്രമാണ്. ജൂണിലെ അവസാന ദിവസത്തെ മഴ കൂടി കൂട്ടിയാൽ പോലും ഇത് കഷ്ടിച്ച് 100 മില്ലിമീറ്റർ തികയില്ല. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇതിലും മോശം ജൂൺ മാസം ഉണ്ടായത് വെറും 2 തവണ മാത്രമാണ്. ഒന്ന് 2009 87.5 മില്ലിമീറ്ററും രണ്ടാമത്തേത് 2014 92.1 മില്ലിമീറ്ററും. ഇത്തവണ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് രാജ്യത്തിന്റെ ഭക്ഷ്യകലവറയായ മധ്യ ഇന്ത്യയിലാണ്. അവിടെ 54% മഴ കമ്മിയാണുള്ളത്. സാധാരണയായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് മഴ കുറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പെയ്യാറുള്ളതാണ്. എന്നാൽ ഇത്തവണ ഇന്ത്യയിലെ 4 കാലാവസ്ഥാ മേഖലകളിലും ഒരുപോലെ മഴ കുറഞ്ഞു എന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ കാലവർഷം ഇത്രയും ദുർബലമായത്? ഉത്തരം ഒന്നു മാത്രം: എൽ നിനോ. കേരളത്തിൽ വരെ വളരെ വൈകി ദുർബലമായാണ് മൺസൂൺ എത്തിയത്. അതിനുശേഷം അതിനൊട്ടും ശക്തി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജൂൺ മാസത്തിൽ ആകെ ഒരൊറ്റ ദിവസം മാത്രമാണ് രാജ്യത്ത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ മഴ കിട്ടിയത്. എന്താണ് ഈ എൽ നിനോ? ലളിതമായി പറഞ്ഞാൽ, പസഫിക് സമുദ്രത്തിലെ മധ്യകിഴക്കൻ മേഖലകളിലെ ഉപരിതല ജലം അസാധാരണമായി ചൂടുപിടിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസികളുടെ കണക്കനുസരിച്ച് പസഫിക്കിലെ താപനില ഇപ്പോൾ വേഗത്തിൽ ഉയരുകയാണ്. വരും മാസങ്ങളിൽ എൽ നിനോ കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രവചനം. എൽ നിനോ ശക്തമായാൽ അത് ഇന്ത്യയിലേക്കുള്ള മൺസൂൺ കാറ്റുകളെ വഴിതിരിച്ചു വിടുകയും മഴ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യും. എന്നാൽ കർഷകർക്കും നമുക്കും ഒരുപോലെ ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന അനുസരിച്ച് ജൂലൈ ആദ്യ വാരത്തോടെ രാജ്യത്ത് കാലവർഷം ശക്തമാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരൾച്ച നേരിടുന്ന മധ്യ ഇന്ത്യയിൽ ജൂലൈയോടെ നല്ല രീതിയിൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽ നിനോ ഭീഷണി ഉണ്ടെങ്കിലും വരും ദിവസങ്ങളിലെ മഴ ഈ പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കുമെന്നാണ് പ്രവചനം. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കാർഷിക മേഖലയെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഏകദേശം $4 ട്രില്യൺ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയിലെ നിർണായക ജലസ്രോതസ്സുകൾ നിറയ്ക്കുന്നതിന് വാർഷിക മഴയുടെ 70% മൺസൂൺ ആയതിനാൽ ജൂലൈയിൽ മഴ കനത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.